കൂട്ടുകാരെ, നമുക്കിന്ന് ഈ പ്ലാവിൻ്റെ ഇല വെച്ച് കുമ്പിളപ്പം എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അതിനു വേണ്ടി പ്ലാവിൻ്റെ ഇല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കോട്ടം കുത്താൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച ഈർക്കിലി എടുത്ത് വെച്ചിട്ടുണ്ട്. കഷ്ണം കഷ്ണമായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം കുമ്പിളപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കുക. അതിനു വേണ്ടി ഞാനിവിടെ 250 ml 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നൂൽപുട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന നൈസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുഴയ്ക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാവിനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവൊന്നും പറയണില്ല. കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇനി വെള്ളം തിളച്ച് വരട്ടെ. വെള്ളം ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ആ മാവിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതാർക്കും കുഴയ്ക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ നൂൽപുട്ടിനൊക്കെ ഉണ്ടാക്കാൻ കുഴയ്ക്കുമല്ലോ, അതേപോലെ തന്നെ കുഴയ്ക്കേണ്ടത് കേട്ടോ. പിന്നെ ചിലവർ പത്തിരിക്ക് കുഴയ്ക്കണ പോലെയൊക്കെ കുഴയ്ക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അടിയിൽ വെക്കണ തേങ്ങ മിക്സ് റെഡിയാക്കി എടുക്കാം. നമുക്കിനി ഒരു 4 കഷ്ണം ശർക്കര ഉരുക്കി തരിച്ചിട്ടെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ തേങ്ങയുടെ മിക്സ് ലൂസായി പോകും. നമുക്കിനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. വെച്ചിട്ട് ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങയുടെ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു 1.25 കപ്പ് ഉണ്ടാവും. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി നന്നായിട്ട് ഇളക്കി ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉരുക്കി തരിച്ച് വെച്ച ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ശർക്കര ചിരകിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉരുക്കി ഒഴിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിൽ കരടോ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ വേണ്ടിയിട്ടാണ് ഉരുക്കി തരിച്ചെടുത്തത്. ഇത് നമ്മൾ തരിച്ചെടുക്കുകയാണെങ്കിൽ ശർക്കരയുടെ വെള്ളം വറ്റണവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അതിൽ കല്ലും ഉണ്ടാവില്ല, കരടും ഉണ്ടാവില്ല, നല്ലതായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ ശർക്കര പാനിയെടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. നമ്മളിനി മിക്സാക്കി വെച്ച മാവൊന്ന് കുഴച്ചെടുക്കാം. വല്ലാണ്ട് കുഴയ്ക്കൊന്നും വേണ്ട കേട്ടോ മക്കളെ, ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇതേമാതിരി. ഇനി നമുക്ക് നമ്മുടെ കുമ്പിളപ്പം ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിനി ഇതിലൊരു ഇല എടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. ഇത് കണ്ടില്ലേ, കടല മടക്കണ പോലെ മടക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഈർക്കിലി എടുത്തിട്ട് ഇതിങ്ങനെ കുത്തി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ കുറേശ്ശെ മാവ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വിരൽ കൊണ്ട് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കണം. ഇങ്ങനെ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ തേങ്ങയുടെ മിക്സ് ഒന്ന് വാരി വെച്ച് കൊടുക്കാം. ഒരു വിരൽ കൊണ്ടൊന്നിങ്ങനെ നെക്കി കൊടുക്കുക. ഇനി ഇച്ചിരി കൂടി പൊടി എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് മൂട്ടി കൊടുക്കുക.
ഇതാണ് കുമ്പിളപ്പം, പ്ലാവിൻ്റെ ഇല കൊണ്ടുണ്ടാക്കിയ കുമ്പിളപ്പം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, ഒക്കെ ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം. അങ്ങനെ നമ്മളെ എല്ലാ കുമ്പിളപ്പത്തിനെയും കുമ്പളം കുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ആവി പറക്കണ്. നമുക്കിനി ഇത് ഒന്നൊന്നായിട്ട് ഇതിൽ പിറക്കി വെച്ച് കൊടുക്കാം. ഇനി കുമ്പളം കുത്തിയതൊക്കെ ഒന്ന് മുളച്ച് വരട്ടെ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊരു 20 മിനിറ്റ് നന്നായിട്ട് വെന്ത് വരട്ടെ. അതുവരെ കത്തിച്ചു കൊടുത്ത് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കുമ്പളപ്പം വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അയവാ ആവി കണ്ടില്ലേ? കുമ്പളപ്പം ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ചൂടുണ്ടേ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ മക്കളെ, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, അടിയിൽ തേങ്ങയും ശർക്കരയും ഒക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ മക്കളെ? അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം നന്ന സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.